₹1,00,000 കോമ്പൻസേഷൻ ചോദിച്ചു. യദു ചാർജ് ഫയൽ ചെയ്തപ്പോൾ പ്രധാന പ്രതികളെ ഒഴിവാക്കി. സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടിയായ മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ യദുവിനോട് ജീവിക്കാൻ പറ്റില്ലായിരുന്നല്ലോ. ഈ സാക്ഷികളില്ല എന്നുണ്ടെങ്കിലും അനുഭാവികളും അണികളും പരിചയക്കാരും മറ്റുള്ള വെച്ച് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഇത് അവിടെ ഉണ്ടായിരുന്നവരാണ് അല്ല എന്നുള്ളത്. കോടതി വിധിക്കുന്ന കോമ്പൻസേഷൻ നൽകാൻ സ്റ്റേറ്റും അന്വേഷണ ഉദ്യോഗസ്ഥനും ബാധ്യസ്ഥനായി. എതിരെ ശബ്ദിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ജോലി പോയി. അദ്ദേഹം എങ്ങനെ ജീവിക്കുന്നു എന്ന് പിന്നെ ആരും അന്വേഷിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഭീഷണി ഉണ്ടാവും. അങ്ങനെയൊക്കെ നോക്കാൻ നമുക്ക് നമ്മുടെ ജോലി ചെയ്യാൻ പറ്റില്ല. സാറേ, കേരളത്തിൽ വലിയ ചർച്ചയായ സംഭവമായിരുന്നു KSRTC ഡ്രൈവർ യദുവും മേയർ ആര്യ രാജേന്ദ്രനുമായിട്ടുള്ള വിഷയം. ആ കേസിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ വളരെ ആകാംക്ഷയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആ കേസിന് പുതിയൊരു വഴിത്തിരിവുണ്ടായിരിക്കുന്നത് മേയർക്കെതിരെയും അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെയും യദു നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചതായിട്ടാണ്. എന്താണ് ആ കേസിന്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി? അത് കുറച്ച് നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ വിവാദം വീണ്ടും ഉയർന്നു വരുന്നത്. ചോദ്യത്തിനകത്തൊരു കറക്ഷൻ ഉണ്ട്. മേയർക്കെതിരെ അല്ല കോമ്പൻസേഷൻ ചോദിച്ചത്. കോമ്പൻസേഷൻ ചോദിച്ചിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനെയും സ്റ്റേറ്റിന്റെയും DGP, നമ്മുടെ സ്റ്റേറ്റ് അതോറിറ്റീസ് അവർക്കെതിരെ ആണ് ₹1,00,000 കോമ്പൻസേഷൻ ചോദിച്ച് യദു ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതിന് കാരണം അന്വേഷണ ഉദ്യോഗസ്ഥനായ കണ്ടോൺമെന്റ് CA പ്രോപ്പറായിട്ട് അന്വേഷിക്കാതെ ആവശ്യമായ പ്രതികളെ യാതൊരു കാരണവുമില്ലാതെ അല്ലെങ്കിൽ ലോഫുൾ ആയിട്ടുള്ള റീസൺ ഇല്ലാതെ അവരെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി കോടതി നിർദ്ദേശിച്ച ഉത്തരവുകൾ പാലിക്കാതെ അവരെ ഒഴിവാക്കി എന്നുള്ളതാണ് അതിന്റെ റീസൺ. അതൊന്നും പ്രോപ്പറായിട്ട് അന്വേഷണം നടത്തിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഡാമേജസ് ഉണ്ടായി. ആ ഡാമേജസ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ₹1,00,000 ക്ലെയിം ചെയ്തിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനും സ്റ്റേറ്റിനുമെതിരെ, ഒരിക്കലും അത് പ്രതികൾക്കെതിരെയല്ല. അന്വേഷണ ഉദ്യോഗസ്ഥനും സർക്കാരിനുമെതിരെയാണ് അത്തരത്തിലൊരു നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്താണ് ഇതിന് നീതി കിട്ടുമോ എന്നുള്ളൊരു ആശങ്ക അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്നറിയാൻ കേരളത്തിലെ എല്ലാ സാധാരണക്കാർക്കും ആഗ്രഹം ഉണ്ടാവും. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കേസ് തുടക്കം മുതലേ സാധാരണക്കാരൻ വേഴ്സസ് അധികാര സ്ഥാനത്തിലിരിക്കുന്നവർ എന്നുള്ളതാണല്ലോ കേസിനകത്തുള്ള രീതി. അതിന്റെ എല്ലാ പ്രതിഫലനങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറെക്കാലത്തെ ഈ ഗ്യാപ്പ് വന്നത് തന്നെ പോലീസിന്റെ അന്വേഷണം കഴിഞ്ഞ് റിപ്പോർട്ട് ഫയൽ ചെയ്യാനുണ്ടായ ഗ്യാപ്പാണ്, ചാർജ് ഫയൽ ചെയ്യാനുണ്ടായ ഗ്യാപ്പാണ് ഇത്രയും ഈ പീരീഡ് വന്നത്. അന്വേഷണം കഴിഞ്ഞു, അവർ ചാർജ് ഫയൽ ചെയ്തു. ചാർജ് ഫയൽ ചെയ്തപ്പോൾ പ്രധാന പ്രതികളെ ഒഴിവാക്കി. അതുകൊണ്ട് എന്ത് കാരണത്താലാണ് ഒഴിവാക്കിയത് എന്ന് അല്ലെങ്കിൽ ഒരു ചോദ്യമായിട്ടാണ് സിവിൽ നടപടിയായിട്ട് പോകുന്നത്. ഇനി ഒഴിവാക്കിയ പ്രതികൾക്കെതിരെ വേണ്ട നിയമ നടപടികൾ എന്താണ്, എന്ത് വേണം എന്നുള്ളത് നമ്മൾ ആലോചിച്ച് അതാത് ജൂറിസ്ഡിക്ഷണൽ കോടതിയിൽ നമ്മൾ കോടതിയെ സമീപിച്ച് അതിന് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കും. അപ്പം ആരെയും ഒഴിവാക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. എന്തായാലും നിയമ പോരാട്ടം മുമ്പോട്ട് തന്നെ നടക്കും. ഇപ്പോ യദുവിനെതിരെയും കേസ് മേയർ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, പാരലി നമുക്ക് 3 കേസുകളാണ് ആ സമയം നടന്നിരുന്നത്. അന്വേഷണം നടന്ന 3 കേസുകളാണ്. ഒന്ന് യദുവിനെതിരെയുള്ള കേസ്, ഒരെണ്ണം മെമ്മറി കാർഡ് കാണാനില്ലാത്ത പറഞ്ഞ കേസ്, പിന്നെ ഒരെണ്ണം യദു കൊടുത്ത കേസ്. ഇത് 3ഉം ഒരേ സബ് ഡിവിഷനിലെ, അതായത് ഒരേ അസിസ്റ്റന്റ് കമ്മീഷണറുടെ കീഴിലുള്ള 3 പോലീസ് സ്റ്റേഷനിലായിരുന്നു. ഒന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ, ഒന്ന് തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ, ഒരെണ്ണം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ. അപ്പോൾ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ നമ്മൾ പ്രതിയായിട്ടുള്ള യദു വാദിയായിട്ടുള്ള കേസിന്റെ റിപ്പോർട്ട്, ഫൈനൽ റിപ്പോർട്ടാണ് ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്നത്. ഇനിയുള്ള കേസുകൾ യദു പ്രതിയായിട്ടുള്ളൊരു കേസും മെമ്മറി കാർഡ്, സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടിയായ മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറഞ്ഞ ആ കേസിന്റെ അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെയും അന്തിമ തീരുമാനം വന്നാൽ മാത്രമേ നമുക്കത് തുടർന്ന് ഈ തമ്പാനൂർ കേസിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സ്റ്റേറ്റ് ആണ്, KSRTC ആണ് അതിനകത്ത് പരാതി കൊടുത്തിരിക്കുന്നത് മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. അതേസമയം നമ്മൾ യദു ഫയൽ ചെയ്ത കേസിനകത്ത് മെമ്മറി കാർഡ് തെളിവ് നശിപ്പിച്ച ഒരു കുറ്റവും കൂടെ നമ്മൾ ആരോപിച്ചിട്ടുണ്ടായിരുന്നു. അത് പോലീസ് ഫൈനൽ റിപ്പോർട്ടിനകത്ത് അത് ഒഴിവാക്കി. അങ്ങനെ ഒരു സാധനം കാണാനില്ല എന്നുള്ള രീതിയിൽ ആ 201 എന്നുള്ള ഒഫൻസ് പോലീസ് ഒഴിവാക്കിയിട്ടാണ് ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്തിരിക്കുന്നത്. പോലീസ് എന്തായാലും ഇപ്പൊ മേയറെ MLA സന്ദർശിക്കുന്ന തരത്തിലായിരിക്കുമല്ലോ പോലീസിന്റെ ഭാഗത്തു നിന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കോടതിയിൽ നിന്ന് മാത്രമാണ് നീതി കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പൊ അങ്ങനെ കേസ് മുന്നോട്ട് പോയാൽ സാറ് കാണുന്നത് എങ്ങനെയാണ് ഒരു ഫൈനൽ എങ്ങനെയായിരിക്കും? ശരിക്കും കോടതിയെ സംബന്ധിച്ചിടത്തോളം തെളിവുകളും സാക്ഷിമൊഴികളുമാണ് കോടതിക്ക് ഒരു തീരുമാനത്തിലെത്താനായിട്ട് കോടതികളെ സഹായിക്കുന്ന ബേസിക് മോഡ്. തെളിവുകൾ നമുക്ക് ഇലക്ട്രോണിക് എവിഡൻസ് ഉണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ ബസ്സിൽ ഡ്രൈവറായിരുന്നു വർക്ക് ചെയ്യുന്നതിനുള്ള തെളിവുകളുണ്ട്. ആ തെളിവുകൾ നമുക്ക് കൊടുക്കാം. പക്ഷെ സാക്ഷിമൊഴികളെ സംബന്ധിച്ചിടത്തോളം ഈ യദുവിന് വേണ്ടി ആ ബസ്സിൽ ഉണ്ടായിരുന്നവരും ബസ് തടഞ്ഞപ്പോൾ കണ്ടവരും ഇവരെല്ലാം
സാക്ഷികളായി മുന്നോട്ട് വന്ന് കോടതിയിൽ കണ്ട കാര്യങ്ങൾ സത്യസന്ധമായി പറഞ്ഞാൽ 100% ഇതൊരു നീതി കിട്ടുക തന്നെ ചെയ്യും. അപ്പൊ ജനങ്ങൾ വേണം ആ ഉണർവ് വരേണ്ടത്. പക്ഷെ അങ്ങനെ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ആരെങ്കിലും തയ്യാറാവുമോ അങ്ങനെ ഇതിനെ അനുകൂലിച്ച് ഒരു മൊഴി നൽകാൻ? തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. കേരളത്തിലെ ജനങ്ങളെല്ലാം ഇത് കണ്ടതാണ്. ആരെയും ഭയക്കേണ്ട കാര്യമില്ല. സത്യസന്ധമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുക. ഈ ബസ്സിൽ യാത്ര ചെയ്ത് വരുന്നവരുടെയും നാട്ടിൽ കണ്ടവരുടെയും ലിസ്റ്റുകൾ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ പകർത്തിയ ലിസ്റ്റുകളെല്ലാം ഞങ്ങളിലുണ്ട്. അത് സമയമാകുമ്പോഴേക്കും കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് അവർക്ക് സമൻസ് അയച്ച് അവരെ വരുത്തി നമുക്ക് സത്യം തെളിയിക്കാൻ പറ്റും. അല്ലാതെ തന്നെ വോളണ്ടിയർലി മൊഴിയെടുക്കാൻ തയ്യാറുള്ളവർക്കും കോടതിയെ സമീപിക്കാം, അല്ലെങ്കിൽ നമ്മളെ സമീപിക്കാം. ഇതിനകത്ത് ആരെയും ഭയക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിനോട് ജീവിക്കാൻ പറ്റൂലായിരുന്നല്ലോ. ഈ സംവിധാനത്തിനെതിരെ ഇത്രയും വർഷം കേസ് നടത്തിയവന് ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാവില്ല. ആരും പേടിക്കേണ്ട കാര്യമൊന്നും. ഇപ്പൊ മേയർ കൊടുത്ത പരാതിയിൽ ലൈംഗിക ചേഷ്ടയോടുകൂടിയുള്ള ആംഗ്യം കാണിച്ചു എന്നുള്ള രീതിയിലാണ് പരാതി. അപ്പൊ അത് പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള ഇപ്പൊ സാക്ഷിമൊഴികളെ കണ്ടെത്താൻ അവർക്ക് കഴിയുക. ഈ തിരുവനന്തപുരം സിറ്റിയുടെ മേയർ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു MLA എന്ന് പറയുമ്പോൾ സാക്ഷികളില്ല എന്നുണ്ടെങ്കിലും അനുഭാവികളും അണികളും പരിചയക്കാരും അല്ലെങ്കിൽ അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടില്ലേ? അതൊരു കോമൺ സെൻസ് ആണ്. സാധാരണക്കാരന് ഒരാളെ കിട്ടാനാണ് പാട്. അല്ലെങ്കിൽ സത്യസന്ധമായ അഭിപ്രായം കിട്ടേണ്ട, സത്യസന്ധമായ അഭിപ്രായം പറയുന്ന ഒരാൾ വന്ന് സഹായിക്കണം. അല്ലാതെ പലരും സപ്പോർട്ട് ചെയ്യാനായിട്ട് പലരും ആൾക്കാരുണ്ടാവും. അതും വരും ദിവസങ്ങൾ അതിന്റെ സത്യസന്ധത അല്ലെങ്കിൽ ഇത് വ്യാജമാണോ അല്ലെങ്കിൽ സത്യമായി കണ്ടവനാണോ എന്നുള്ളതെല്ലാം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സംവിധാനം കോടതിയിലുണ്ട്. ആ കോടതി നടപടിയിലോട്ട് വരട്ടെ. ഒരിക്കുന്നില്ല, എല്ലാ കേസുകളിലും ഉള്ളതാണല്ലോ. എല്ലാ കേസുകളിലും ചീഫ് എക്സാമിനേഷനും ക്രോസ് എക്സാമിനേഷനും അതിന്റെ നടപടികളെല്ലാം ഉള്ളതാണ്. ആ കേസിൽ കോടതി സാക്ഷിമൊഴികളുടെയും അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു തീരുമാനം എടുക്കുന്നത്. അത് അത്തരത്തിൽ ഒരു ക്രോസ് എക്സാമിനേഷൻ ഒരു ടൂളാണ്. ആ ടൂൾ വെച്ച് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഇത് അവിടെ ഉണ്ടായിരുന്നവരാണോ അല്ല എന്നുള്ളത്. കോടതി നടപടികളില്ല, അത് വരട്ടെ, അന്നേരം നമുക്ക് നോക്കാം. അങ്ങനെ ഈ ആംഗ്യം കാണിച്ചു എന്ന് പറയുന്ന ഒരു സാക്ഷി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബസ്സിൽ മറ്റു കാര്യങ്ങളും വണ്ടി തടഞ്ഞതും വണ്ടിക്കുള്ളിൽ കയറിയതായിട്ടുള്ള മേയർക്കും MLAക്കും എതിരെയുള്ള കാര്യങ്ങളിലും സാക്ഷിയാവേണ്ടതല്ലേ? അപ്പൊ അങ്ങനെയും കൂടി ഉണ്ടാവും. തീർച്ചയായിട്ടും. അല്ലെ, ഇതിനകത്ത് സാക്ഷികളായി ബസ്സിൽ യാത്ര ചെയ്തവർ ആണ് എന്ന് സാക്ഷികളായിട്ട് പോലീസ് പ്രൊജക്ട് ചെയ്ത് വരുന്നവർ സ്വാഭാവികമായിട്ടും ഈ ബസ് തടഞ്ഞത് കണ്ടിരിക്കണമല്ലോ. കാരണം അവർ ബസ്സിലെ യാത്രക്കാരായിരുന്നു. അത്തരത്തിൽ സാക്ഷികൾ ഉണ്ട് എങ്കിൽ പോലീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഉപയോഗിക്കാം. നമുക്ക് അവരെയും കൂടെ നമ്മുടെ കേസിനകത്ത് സാക്ഷിയാക്കാൻ നമുക്ക് പറ്റും. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം വഴിയെ നമുക്ക് നോക്കാമല്ലോ എന്ത് സംഭവിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ മറ്റേതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളോ മറ്റും ചെയ്യാനുള്ള സാധ്യത ഇപ്പോ ശരിക്കും പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നമ്മൾ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകുന്നത് ഇത് മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും പാൻ ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തിലുള്ള മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും ഒരു എന്താ പറയുക ഒരു സൂചനയായിട്ടാണ്. നമ്മളെപ്പോലെ തന്നെ ഇഷ്ടംപോലെ ബാധിക്കപ്പെട്ട പാവങ്ങളുണ്ടാവും. അവർക്കും ഇതേ രീതിയിലുള്ള നടപടികൾ അവർക്കും സ്വീകരിക്കാൻ പറ്റും എന്നുള്ളൊരു മെസ്സേജ് കൂടെ നമ്മൾ ഇതിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ കേസിന്റെ തുടക്കം മുതൽ അവസാനം വരെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അദ്ദേഹം കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യണമല്ലോ. അതാണല്ലോ ഫൈനൽ റിപ്പോർട്ട്, ചാർജ് എന്ന് പറയുന്നത്. ഈ ചാർജിനകത്ത് അദ്ദേഹത്തിന് തന്നെ എതിരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അക്കമിട്ട് നമുക്ക് കോടതിയിൽ കേസസ്, അതായത് സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യുമ്പോൾ അതിനകത്ത് പറയാൻ പറ്റും. അതിനകത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ട് എങ്കിൽ കോമ്പൻസേഷൻ നൽകേണ്ടി വരും. തെറ്റില്ല എന്ന് അദ്ദേഹം തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിച്ചോട്ടെ. അതിനും അദ്ദേഹത്തിന് സ്കോപ്പ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന് അതിൻ്റെതായ അവകാശമുണ്ട്. കോടതിയിൽ തെളിയിക്കാൻ പറ്റുന്നില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാനൊരു പ്രോപ്പർ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് തെളിയിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് എന്ത് തന്നെ ആവാം. പക്ഷെ അദ്ദേഹത്തിൻ്റെതായ റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ വാദിക്കും അദ്ദേഹത്തിൻ്റെതായ അവകാശങ്ങളുണ്ട്. വാദി തെളിയിക്കുന്ന അല്ലെങ്കിൽ ഹാജരാക്കുന്ന തെളിവുകൾക്ക് മേലെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണം എങ്കിൽ അദ്ദേഹം ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇല്ല എങ്കിൽ കോടതി വിധിക്കുന്ന കോമ്പൻസേഷൻ നൽകാൻ സ്റ്റേറ്റും അന്വേഷണ ഉദ്യോഗസ്ഥനും ബാധ്യസ്ഥനായിരിക്കും. ഇതില് ഒന്ന് അധികാര സ്ഥാനത്തിരിക്കുന്നവരും ഒരു സാധാരണ ഒരു KSRTC ഡ്രൈവറുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാർക്ക് നീതി കിട്ടണം എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള സംഭവം ഏതൊരാൾക്ക് ആ ഒരു രീതിയിൽ കൂടെയാണോ ഈ ഒരു കേസിനെ സാധനം? സാധാരണക്കാർക്ക് അങ്ങനെയല്ല. ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രവേഴ്സി ആവാൻ കാരണം ഒന്ന് ഈ പറഞ്ഞത് ഒരു സൈഡിൽ അധികാരത്തിലിരിക്കുന്ന ആൾക്കാരും മറ്റേ സൈഡിൽ പാവപ്പെട്ട ഡ്രൈവറും. ആ ഡ്രൈവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് കൊണ്ടാണ് കേരളം ഇത്രയും മാത്രം ഇതിനെ ഉറ്റുനോക്കുന്നത്. ഡ്രൈവറിന് പിറ്റേ ദിവസം മുതൽ ജോലിയില്ല.
ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാള് മേയർക്കെതിരെ അല്ലെങ്കിൽ ഒരു സോക്കോൾ അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർക്കെതിരെ ശബ്ദിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് ജോലി പോയി. അദ്ദേഹം എങ്ങനെ ജീവിക്കുന്നു എന്ന് പിന്നെ ആരും അന്വേഷിച്ചിട്ടില്ല. കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു. അപ്പൊ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീതി, ന്യായമായ രീതിയിൽ നീതി കിട്ടേണ്ടത് അർഹതപ്പെട്ടവർക്ക് നീതി കിട്ടണം. അതിൽ യദുവിന് അതിൻ്റെതായ അർഹത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ്. തന്റെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് തോന്നുന്ന ഒരാൾക്ക് എങ്ങനെ വേണോ ഫൈറ്റ് ചെയ്യാം. പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയാണ്, ഞാൻ ചെയ്തത് ശരിയാണ് എന്ന് തോന്നുന്ന ആൾക്ക് ഏതറ്റം വരെ ഫൈറ്റ് ചെയ്യാം. അല്ല, മറ്റെന്തെങ്കിലും ചിന്തകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടുകൂടി ഒരു പ്രവൃത്തിയിൽ ഇറങ്ങുന്ന ആളിനെ അത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ന്യായം എവിടെയുണ്ടോ, ന്യായമായിട്ട് അദ്ദേഹത്തിന് അർഹതയുള്ളതാണെങ്കിൽ അതിന് ഫൈറ്റ് ചെയ്യുന്ന വേണം. അതിന് ഞാനല്ലെങ്കിൽ മറ്റൊരാൾ ഇതിന് അവരെ സഹായിക്കാനുണ്ടാവും. സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള ഫോഴ്സുകൾ ഉണ്ടാവും, പലതരത്തിലുള്ള ആൾക്കാരുടെ ഇടപെടൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഭീഷണി ഉണ്ടാവും. അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് നമ്മുടെ ജോലി ചെയ്യാൻ പറ്റില്ല. സാരമില്ല, അത് ഇതിന്റെ പാർട്ടാണെന്ന് തന്നെ ഞാൻ കരുതിക്കൊള്ളാം.